ഹായ് ഹലോ ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു ഫ്യൂച്ചർ പ്ലസ് അക്കാദമി. ഒരുപാട് സ്റ്റുഡൻസ് നമ്മളോട് ചോദിക്കുന്ന ഒരു ഡൗട്ടാണ്, മിസ് 2024ന്റെ അഡ്മിഷൻ സ്റ്റാർട്ട് ആയോ എന്നുള്ളത്. നമ്മൾ മുന്നേ ഒരു ഐഡിയ തന്നിരുന്നു, ഓൾമോസ്റ്റ് ജൂൺ 15 ഒക്കെ ആവുമ്പോഴാണ് നിങ്ങൾക്ക് അഡ്മിഷൻ സ്റ്റാർട്ട് ആവുക എന്നുള്ളത്. അപ്പം അതുപോലെ തന്നെയാണ് ജൂൺ 15 നിങ്ങൾക്ക് നിങ്ങളുടെ ഓൺലൈൻ രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ മാത്രമേ നമുക്ക് കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് കാണിക്കുള്ളൂ. ഇപ്പൊ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ തന്നെ യൂണിവേഴ്സിറ്റി ഇപ്പം ഒരുപാട് മാറ്റങ്ങളോട് കൂടിയാണ് അവരുടെ പുതിയ വെബ്സൈറ്റ് ആയാലും അതുപോലെ തന്നെ അവരുടെ കോഴ്സുകളായാലും അവർ പുറത്തോട്ട് കൊണ്ടുവരുന്നത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ 4-year UG പ്രോഗ്രാം എന്നുള്ളതിലേക്ക് അവർ മാറിയിട്ടുണ്ട്. നിലവിൽ ഈ വർഷം അവർ ആക്ച്വലി എന്താ പറയാ 3 വർഷത്തെ ഡിഗ്രിയും 4 വർഷത്തെ ഡിഗ്രിയും സെപ്പറേറ്റ് ആയിട്ട് അവർ കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇനി ഈ 4 വർഷത്തെ ഡിഗ്രി ചെയ്യുന്ന കുട്ടികൾക്ക് 3 വർഷം കഴിഞ്ഞ് ഡിഗ്രി മതിയെങ്കിൽ അവർക്ക് എക്സിറ്റ് ഓപ്ഷനും ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഇപ്രാവശ്യം ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിക്ക് ഉണ്ട്. അപ്പൊ അത് നിങ്ങൾ നന്നായിട്ട് നമുക്ക് ശ്രദ്ധിക്കാം. ഈ പറഞ്ഞ 6 കോഴ്സുകൾക്കാണ്, അതായത് BBA, BCom, BA ഇംഗ്ലീഷ്, BA മലയാളം, BA നാനോ എന്റർപ്രണർഷിപ്പ് എന്ന പറഞ്ഞിട്ടുള്ള കുറച്ച് കോഴ്സുകൾക്കാണ് അവർ 4-year പ്രോഗ്രാം പ്രൊവൈഡ് ചെയ്യുന്നത്. അതുപോലെ 3-year പ്രോഗ്രാം BA നാനോ എന്റർപ്രണർഷിപ്പ്, BCA, BA ഹിന്ദി, സാൻസ്ക്രിറ്റ്, അഫ്സൽ ഉലമ, എക്കണോമിക്സ്, ഫിലോസഫി. 2-year UG പ്രോഗ്രാം, PG പ്രോഗ്രാമുകളെല്ലാം 2 വർഷം തന്നെയാണ്. ഓക്കെ, അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പറയാനുള്ളത്. അതിന്റെ ഇടയിൽ കൂടെ അവരുടെ പ്രോസ്പെക്ട്സും കൂടി ഡൗൺലോഡ് ചെയ്ത് വന്നിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. 2024-25 പ്രോസ്പെക്ട്സ് എന്ന് പറഞ്ഞിട്ട് പുതിയ പ്രോസ്പെക്ട്സും നിലവിൽ ഇപ്പം സൈറ്റിൽ അവൈലബിൾ ആയിരിക്കും. നിങ്ങൾക്ക് ഒരു കോഴ്സിനെ കുറിച്ച് അറിയേണ്ടതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അതിൽ അറിയാൻ പറ്റും. എസ്പെഷ്യലി യൂണിവേഴ്സിറ്റിനെ കുറിച്ച് ഒരുപാട് സംശയം ഉണ്ടാവും. ഈ യൂണിവേഴ്സിറ്റി വാല്യൂ ഉള്ളതാണോ, അങ്ങനെയുള്ള സംശയങ്ങൾ എപ്പോഴും കുട്ടികൾക്ക് ഉണ്ടാവുന്നതാണ്. സോ ഈ യൂണിവേഴ്സിറ്റി പ്രൊഫൈൽ അതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിനുശേഷം യൂണിവേഴ്സിറ്റിന്റെ വിഷൻ എന്താണെന്നുള്ളത്, എവിടേക്കാണ് റീജിയണൽ സെന്ററുകൾ ഉള്ളതും എവിടേക്കാണ് ലേണർ സപ്പോർട്ട് സെന്ററുകൾ ഉള്ളതും. അപ്പൊ ഒരു സ്റ്റുഡന്റിനെ സംബന്ധിച്ച് ഏറ്റവും ആദ്യം അവർ അറിഞ്ഞിരിക്കേണ്ടത് അതാണ്. അവരവരുടെ ജില്ലകളിൽ ഏതായിരിക്കും ലേണർ സപ്പോർട്ട് സെന്ററുകൾ എന്നുള്ളത് നിങ്ങൾ അറിഞ്ഞിരിക്കണം. പിന്നെ നിങ്ങളുടെ കോഴ്സിനെ കുറിച്ചും നിങ്ങളുടെ സെമസ്റ്റർ സിസ്റ്റത്തിനെ കുറിച്ചും ഏതൊക്കെയാണ് നിങ്ങളുടെ വിഷയങ്ങൾ എന്നുള്ളതിനെ കുറിച്ചും അവർ പറയുന്നുണ്ട്. അപ്പൊ ഇപ്രാവശ്യത്തെ അക്കാഡമിക് പ്രോഗ്രാമിൽ 4 വർഷത്തെ ഓണേഴ്സ് പ്രോഗ്രാമിനെ കുറിച്ചും 3 വർഷത്തെ UG പ്രോഗ്രാമിനെ കുറിച്ചും PG സ്റ്റുഡൻസിനാണെങ്കിൽ സെപ്പറേറ്റ് അവരുടെ പ്രോഗ്രാമിനെ കുറിച്ചും വ്യക്തമായിട്ടൊരു ഐഡിയ യൂണിവേഴ്സിറ്റിയുടെ ഇതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. എങ്ങനെയാണ് എത്ര സ്കൂൾ എത്ര ഉണ്ടെന്ന് ചോദിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഓരോ പ്രോഗ്രാമും, അപ്പൊ ഇതിലാണ് നമുക്ക് വ്യക്തമായി അറിയാം യൂണിവേഴ്സിറ്റിയിൽ 6 പ്രോഗ്രാമാണ് 4-year UG പ്രോഗ്രാം ആയിട്ടുള്ളത്. അതായത് BBA, BCom, BA ഇംഗ്ലീഷ്, മലയാളം, BA ഹിസ്റ്ററി, സോഷ്യോളജി. അതിൽ BBAയിൽ തന്നെ HR, മാർക്കറ്റിംഗ്, ലോജിസ്റ്റിക്സ്, ഈ 3 വിഷയങ്ങളിലാണ് സ്പെഷ്യലൈസേഷൻ ഉള്ളത്. BComൽ ഫിനാൻസും അതുപോലെ തന്നെ കോർപ്പറേഷനും. ഇങ്ങനെയാണ് 2 എണ്ണമായിട്ടാണ് അവർ സ്പെഷ്യലൈസേഷൻ ഉള്ളത്. പിന്നെ BA ഇംഗ്ലീഷ്, BA മലയാളം, BA ഹിസ്റ്ററി, സോഷ്യോളജി. അപ്പം പൊതുവെ ഉള്ള ഒരു ഡൗട്ടാണ്, അപ്പൊ നമ്മളിപ്പോ BA ഇംഗ്ലീഷോ BA മലയാളം എടുക്കുകയാണെങ്കിൽ നമ്മൾ 4 വർഷം തന്നെ പഠിച്ചു തീർക്കണം എന്ന് ചോദിക്കാറുണ്ട്. വേണ്ട, നിങ്ങൾക്ക് 3 വർഷം കഴിഞ്ഞാൽ എക്സിറ്റ് ഓപ്ഷൻ ഉണ്ട്. അപ്പൊ സാധാരണ ഡിഗ്രി പ്രോഗ്രാം പോലെ തന്നെ 3 വർഷം കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് BA ഇംഗ്ലീഷോ BA മലയാളം നിർത്താം. പക്ഷെ നിങ്ങൾ ആ 4 വർഷവും പൂർത്തിയാക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട്. നിങ്ങൾക്ക് റിസർച്ചിൽ കൂടുതൽ താല്പര്യമുള്ള കുട്ടികളാണെങ്കിൽ അത് കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് PhDക്ക് ഒരു സുഖകരമായിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് മാറും. പിന്നെ അതുപോലെ തന്നെ PG നിങ്ങൾ 2 വർഷത്തിന് പകരം 1 വർഷം ചെയ്താൽ മതി. അപ്പം ആ 4 വർഷം പഠിക്കുന്നതിന് അതിൻ്റെതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. ഓക്കെ, അപ്പൊ ഇതാണ് 6 എന്താ പറയാ UG പ്രോഗ്രാമുകൾ. 4 വർഷത്തെ. ഇനി 3 വർഷത്തെ സ്വാഭാവികമായിട്ടും അറബിക് ഉണ്ട്, അഫ്സൽ ഉലമ ഉണ്ട്, ഹിന്ദി, സാൻസ്ക്രിറ്റ്, എക്കണോമിക്സ്, BA നാനോ എന്റർപ്രണർഷിപ്പ്, ഫിലോസഫി, പൊളിറ്റിക്കൽ സയൻസ്, സൈക്കോളജി, BCA. പോസ്റ്റ് ഗ്രാജുവേറ്റ് പ്രോഗ്രാം ആയിട്ട് MA ഇംഗ്ലീഷ്, MA അറബിക്, MA ഹിന്ദി, മലയാളം, സാൻസ്ക്രിറ്റ്, എക്കണോമിക്സ്, ഹിസ്റ്ററി, ഫിലോസഫി, പൊളിറ്റിക്കൽ സയൻസ്, പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ, MA സോഷ്യോളജി, MCom. ഇത്രയാണ് ഏതിനുള്ളത്, PG പ്രോഗ്രാമിനുള്ളത്. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങളുടെ എലിജിബിലിറ്റിയെ കുറിച്ച് പറയുന്നുണ്ട്. ഏറ്റവും കൂടുതൽ കുട്ടികളുടെ ഒരു സംശയമായിരിക്കും, ഞങ്ങൾ +2 ആണോ, +2 തതുല്യ കോഴ്സ് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് SGOL ഡിഗ്രിക്ക് ജോയിൻ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. അപ്പം ഇപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ചോളൂ, UG 4 വർഷത്തെ UG പ്രോഗ്രാമിന് അവർ പറയുന്നത് സാധാരണ ഒരു ഹയർ സെക്കൻഡറി എക്സാമിനേഷൻ ബോർഡിൽ നിന്നും +2 ലെവലിൽ നിങ്ങൾ പാസ്സായിരിക്കണം. അത് ഇനിയിപ്പോ നിങ്ങൾ പുറത്ത് എവിടെയെങ്കിലും ആണ് ചെയ്തിട്ടുണ്ടെങ്കിൽ കേരള ഗവൺമെന്റ് അത് അംഗീകരിച്ചിരിക്കണം, അല്ലെങ്കിൽ കേരള സ്കൂളിംഗുമായിട്ട് തത്തുല്യമായിട്ടുള്ള ഇക്വലന്റ് ആയിട്ടുള്ള ഇതായിരിക്കണം എന്നവർ പറയുന്നുണ്ട്. ഓക്കെ, അതുപോലെ തന്നെയാണ് എല്ലാ കോഴ്സുകളും, BA ഇംഗ്ലീഷും സോഷ്യോളജിയും എല്ലാം അവർ അങ്ങനെ തന്നെയാണ് പറയുന്നത്.
പിന്നെ അതുപോലെ തന്നെ PGക്ക് ആണെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഇന്ത്യയിൽ തന്നെ ഏതെങ്കിലും ഒരു റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഡിഗ്രി എടുത്ത കുട്ടികളായിരിക്കണം. അപ്പൊ നിങ്ങൾ എനി ഡിഗ്രി എന്ന് പറയുന്നുണ്ട്. അപ്പൊ BA എന്താ പറയാ ഫിസിക്സ് എടുത്തവർക്കും MA അറബിക്ക് ചെയ്യാം, അല്ലെങ്കിൽ MA ഇംഗ്ലീഷ് ചെയ്യാം. നിങ്ങൾ ആ ഒരു PGന്റെ തന്നെ ഡിഗ്രി UG നിങ്ങൾ പഠിച്ചിരിക്കണം എന്നുള്ളതില്ല. ഓക്കെ, പല യൂണിവേഴ്സിറ്റികളും അതിന് പിന്നീട് നമ്മളിപ്പോ ഫിസിക്സ് പഠിച്ച ഒരാള് MA ഇംഗ്ലീഷ് എടുക്കുകയാണെങ്കിൽ അവർക്ക് ഇംഗ്ലീഷുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറെ ചോദ്യങ്ങൾ, സബ്ജക്ട് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു ഇന്റർവ്യൂ, അതുപോലെ തന്നെ ഏറ്റവും ബേസിക് ആയിട്ട് അവർക്ക് ഉണ്ടാവുന്നത് ഒരു എക്സാമിനേഷൻ ആണ്, അല്ലെങ്കിൽ ഒരു എൻട്രൻസ് എക്സാമിനേഷൻ. അപ്പൊ ഇവിടെ അങ്ങനെയൊന്നുമില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഏത് PGക്ക് ഏത് കോഴ്സ് ചൂസ് ചെയ്തിട്ടും പഠിക്കാം എന്ന് പറയുന്നുണ്ട്. ഓക്കെ, പിന്നെ ചില UGC അംഗീകൃതമല്ലാത്ത എന്താ പറയാ കോളേജിൽ നിന്നൊക്കെ ഡിഗ്രി എടുത്ത് വന്നവർക്കാണെങ്കിൽ ഒരിക്കലും PGക്ക് അവരെ പെർമിറ്റ് ചെയ്യില്ല എന്നുള്ളത് പ്രത്യേകം പറയുന്നുണ്ട്. ഓക്കെ, പിന്നെ അഡ്മിഷൻ പ്രൊസീജിയർ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അഡ്മിഷൻ നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റി സൈറ്റ്, അതായത് സൈറ്റിന്റെ പേരാണ് www.sgou.ac.in എന്ന് പറയുന്നത്. സോ അതിൽ കൂടെയാണ് നിങ്ങൾക്ക് ഓൺലൈൻ സബ്മിഷൻ നടത്താൻ സാധിക്കുക എന്ന് പറയുന്നു. പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ എല്ലാവർക്കും ഫീസിന്റെ ഓൺലൈൻ ലിങ്ക് അഡ്മിഷൻ പോർട്ടലിൽ അവൈലബിൾ ആയിരിക്കും എന്ന് പറയുന്നുണ്ട്. ഇനി ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് കുട്ടികൾ ചോദിക്കുന്നതാണ് ഫീസിന്റെ കാര്യങ്ങൾ. അപ്പം 4 വർഷത്തെ പ്രോഗ്രാമിനാണെങ്കിൽ ഫീസ് നമ്മൾ നോക്കുകയാണെങ്കിൽ അഡ്മിഷൻ ഫീസ്, പ്രോസ്പെക്ട് ഫീസ് 350 രൂപ, പിന്നെ അഫിലിയേഷൻ ഫീ 350, എലിജിബിലിറ്റി ഫീ 250, മെട്രിക്കുലേഷൻ ഫീ 120. ഓക്കെ, അങ്ങനെ ട്യൂഷൻ ഫീ എന്ന് പറഞ്ഞിട്ട് 2860 രൂപ, അതാണ് ട്യൂഷൻ ഫീ. അതായത് നിങ്ങൾ അസൈൻമെന്റ് ഫീയും കൗൺസിലിംഗ് ഫീയും SLM ഫീയും അങ്ങനെ എല്ലാം കൂടി നിങ്ങൾ ഒരു വർഷം ഒരു സെമസ്റ്ററിൽ ടൈം ഓഫ് ദ അഡ്മിഷൻ ഡ്യൂറിങ് ഫസ്റ്റ് സെമസ്റ്റർ നിങ്ങൾ 4530 രൂപയാണ് അടക്കേണ്ടത്. അപ്പം എന്തിനാണ് ഇത്രയും ഫീസ് വാങ്ങുന്നത് എന്നുള്ളത് അവർ വ്യക്തമായി കാണിച്ചിട്ടുണ്ട്. ID കാർഡിന് 100 രൂപ, സ്പോർട്സും ആർട്സ് ഫെസ്റ്റിവലൊക്കെ നിങ്ങൾക്ക് ഉണ്ടാകും, സ്റ്റുഡന്റ് വെൽഫെയർ ഫണ്ടിന് ഇത്രയും ആണ് അവർ ഫീസ് എങ്ങനെയാണ് കളക്ട് ചെയ്ത് ഇത്രയും ടോട്ടലിലേക്ക് എത്തുന്നത് എന്നുള്ളത് വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. പിന്നെ സെമസ്റ്റർ വൈസ് അപ്ലിക്കബിൾ ആണ് എന്ന് ചോദിച്ചിട്ടുണ്ട് സെമസ്റ്റർ രജിസ്ട്രേഷൻ. പിന്നെ ലാബ് ഉള്ള കുട്ടികൾക്കാണെങ്കിൽ 450 രൂപ അവർ എക്സ്ട്രാ അടയ്ക്കണം എന്നും കൂടി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഓരോ കോഴ്സിന്റെയും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ BBA സ്റ്റുഡൻസിന് ഫസ്റ്റ് സെമസ്റ്റർ ഫീ ആയിട്ട് വരുന്നത് 5330 രൂപയാണ്. അതുപോലെ തന്നെ ഫ്രം സെക്കൻഡ് സെമസ്റ്റർ ടു 8th സെമസ്റ്റർ ഓക്കെ അവർ 3660 രൂപയാണ് അടയ്ക്കേണ്ടത്. ഓക്കെ, ഇനിയിപ്പം BA BCom സ്റ്റുഡൻസിനാണെങ്കിൽ അവർക്ക് ഫസ്റ്റ് സെമസ്റ്ററിൽ വരുന്നത് 4530 രൂപയാണ് അവർക്ക് വരുന്നത്. സെക്കൻഡ് മുതൽ ബാക്കിയുള്ള സെമസ്റ്ററിൽ അവർക്ക് വരുന്നത് 2860. അതായത് ഫസ്റ്റ് സെമസ്റ്ററിൽ നമ്മൾ ആ ജോയിൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ പറഞ്ഞ പോലെ തന്നെ കുറച്ച് ഫീസ് ഉണ്ടാകും അല്ലെ, എല്ലാം അഡ്മിഷൻ ഫീസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഉണ്ടാകും. അപ്പൊ അതാണ് അവര് കറക്റ്റ് ആയിട്ട് പറയുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഓരോ കോഴ്സിനും നിങ്ങൾക്ക് കാണാൻ പറ്റും. BBAന്റെ കണ്ടു. ഇനി BCA സ്റ്റുഡൻസിന്റെ ആണെങ്കിൽ അവർക്ക് ഫസ്റ്റ് സെമസ്റ്ററിൽ 6330 രൂപ വരുന്നുണ്ട്. പിന്നെ അടുത്ത സെമസ്റ്റർ മുതൽ അവർക്ക് 4660 രൂപയാണ് വരുന്നത്. ഓക്കെ, അതുപോലെ തന്നെ PG സ്റ്റുഡൻസിനാണെങ്കിൽ അവർക്ക് ഫസ്റ്റ് സെമസ്റ്ററിൽ 5270, പിന്നീട് അവിടെ നിന്ന് അങ്ങോട്ട് 3500 രൂപയും. ഇങ്ങനെയാണ് PG സ്റ്റുഡൻസിന് ഉള്ളത്. ഇതിലിപ്പം എല്ലാ PGക്കാർക്കും MA MCOMകാർക്കും എല്ലാവർക്കും അത് അങ്ങനെ തന്നെയാണെന്ന് പറയുന്നു. ഓക്കെ, സോ പിന്നെ അതുപോലെ തന്നെ ഈ ഫീസിന്റെ ഇളവ് അനുവദനീയമായ ചില കുട്ടികളുണ്ട്. അതായത് SC ST OEC വിഭാഗത്തിൽപ്പെടുന്ന കുട്ടികളുണ്ട്. അപ്പൊ അവര് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് പ്രോസ്പെക്ട്സ് ചെക്ക് ചെയ്താൽ കിട്ടും. നമ്മൾ ഈ വീഡിയോന്റെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഈ പ്രോസ്പെക്ട്സ് ആഡ് ചെയ്യുന്നതാണ്. അപ്പൊ ആ പ്രോസ്പെക്ട്സിൽ ഏകദേശം പേജ് നമ്പർ 22 ഈ ഗ്രാൻഡ് സ്റ്റുഡൻസിനെ കുറിച്ച് അവർക്ക് എങ്ങനെയാണ് ഫീസ് റിഡക്ഷൻ കിട്ടുക എന്നുള്ളതിനെ കുറിച്ച് വിശദമായി പറയുന്നുണ്ട്. നിങ്ങൾ ഒന്ന് മനസ്സിലാക്കണം, SC ST OEC കാറ്റഗറി വിഭാഗത്തിൽപ്പെടുന്ന കുട്ടികൾക്ക് മാത്രമേ ഈ ഗ്രാൻഡ് ലഭിക്കുകയുള്ളൂ. ഈ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും എന്ന് പറയുന്നു. പിന്നെ സെൽഫ് അറ്റസ്റ്റഡ് കോപ്പി വേണം. പിന്നെ അവരുടെ ഈ പറഞ്ഞ പോലെ ഒരുപാട് കാര്യങ്ങൾ അവർ സബ്മിറ്റ് ചെയ്യാണ്. ക്രിമിലിയർ സർട്ടിഫിക്കറ്റ് വേണം. പിന്നെ അതുപോലെ തന്നെ എന്താ പറയാ മറ്റ് ഫീസ് റിഡംഷൻ ഒന്നും അവർക്ക് ഇല്ല എന്നുള്ളത് ക്ലെയിം ചെയ്യുന്ന ഒരു സർട്ടിഫിക്കറ്റ് വേണം. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ അവർക്ക് വേണം. അത് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, പ്രോപ്പറായി സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫീസ് റിഡംഷൻ ഉണ്ടാകും എന്നുള്ളത് പറയുന്നുണ്ട്. ഓക്കെ, പിന്നെ എന്തെങ്കിലും കോഴ്സ് ചേഞ്ചിന്റെ കാര്യം ഒക്കെ ആണെങ്കിൽ അതിനെക്കുറിച്ച് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. പിന്നെ എന്തെങ്കിലും കാര്യം കൊണ്ട് അഡ്മിഷൻ റിജക്റ്റ് ആയിട്ടുണ്ടെങ്കിൽ ആ റീഫണ്ട് ഉണ്ടാകും. ദ ഫീസ് പെയ്ഡ് വിൽ ബി റീഫണ്ടഡ് ടു ദ അപ്ലിക്കന്റ് എന്ന് പറയുന്നത്. പക്ഷെ അതിലെന്തെങ്കിലും നമ്മളേതല്ലാത്ത കാരണങ്ങൾ കൊണ്ട് ആ ഒരു അഡ്മിഷൻ റിജക്റ്റ് ആയാലും മാത്രമേ നമുക്ക് റീഫണ്ട് അനുവദനീയമാവുള്ളൂ. ഓക്കെ, പിന്നെ എത്ര ദിവസം ഉള്ളതാണ് റീഫണ്ടിന്റെ എന്നുള്ള കാര്യങ്ങളൊക്കെ അവിടെ പറയുന്നുണ്ട്. പിന്നെ ഡോക്യുമെന്റ് സബ്മിഷൻ, ഇവിടെ നിലവിൽ ഇപ്പൊ 28 കോഴ്സ് പ്രോഗ്രാമുകളാണ് യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ളത്. 6 ഓണേഴ്സ്
പ്രോഗ്രാമും 10 UG പ്രോഗ്രാമും 12 PG പ്രോഗ്രാമുമാണ് അവിടെ ഉണ്ടാവുന്നത്. സോ ഇറ്റ് ഇസ് മാൻഡേറ്ററി ഓൺലൈൻ സബ്മിഷൻ, ഓൺലൈൻ വെരിഫിക്കേഷൻ, അതുപോലെ തന്നെ ഫിസിക്കൽ വെരിഫിക്കേഷൻ, അഡ്മിറ്റ് കാർഡ്, പിന്നെ അതുപോലെ തന്നെ പെഡഗോജി, ഇതിനുള്ള എല്ലാ കാര്യങ്ങളും അവർ ആക്ച്വലി പറയുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ പിന്നെന്താ ഓൺലൈൻ കൗൺസിലിംഗ് സെക്ഷനെ കുറിച്ച് അവർ പറയുന്നുണ്ട്. പിന്നെ മൾട്ടിമീഡിയ ഡിവിഷൻ പ്രകാരം നിങ്ങൾക്ക് ഉണ്ടാകുന്നത്. പിന്നെ നിങ്ങളുടെ ഒരു ഇവാലുവേഷൻ സിസ്റ്റം ആണ്. നിങ്ങളിപ്പം നിങ്ങൾക്ക് അറിയാം ഒരു സെമസ്റ്ററിൽ പരീക്ഷകൾ ഉണ്ടാകും എന്നുള്ളത് നന്നായിട്ട് അറിയാം. സോ സെൽഫ് ഇവാലുവേഷൻ എന്ന് പറയുന്നത് നിങ്ങളുടെ അസൈൻമെന്റ് ആണ്. ഒരു സെമസ്റ്ററിൽ ഒരു സബ്ജക്റ്റിന് നിങ്ങൾ 2 അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യണം. അപ്പൊ ഫസ്റ്റ് സെമസ്റ്ററിന്റെ കാര്യം, ഇപ്പൊ ഒരു BA കാരുടെ കാര്യം പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് നിലവിൽ 4 പേപ്പറുകൾ പഠിക്കാനുണ്ടാവും ഫസ്റ്റ് സെമസ്റ്ററിൽ. അപ്പൊ അതിൽ ഒരു സെമസ്റ്ററിന് 2 അസൈൻമെന്റ് നിങ്ങൾ എഴുതണം. അങ്ങനെ ടോട്ടൽ 8 അസൈൻമെന്റ് നിങ്ങൾ ഒരു സെമ്മിൽ എഴുതണം. ഓക്കെ, അപ്പൊ ഒരു വർഷം 2 സെമസ്റ്റർ ആണ്. പിന്നെ അതുപോലെ തന്നെ ഉള്ളത് പിന്നെ കണ്ടിന്യൂസ് ഇന്റേണൽ ഇവാലുവേഷൻ അത് പറയുന്നുണ്ട്. പിന്നെ എൻഡ് സെമസ്റ്റർ ഇവാലുവേഷൻ, അതായത് നിങ്ങൾക്ക് 70 മാർക്കിൽ നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റി എക്സാം ഉണ്ടാവും. അതിൽ പാസ് മാർക്ക് എന്ന് പറയുന്നത് 21 ആണ്. അങ്ങനെ 70 പ്ലസ് 2 അസൈൻമെന്റ് 30 = 100. അങ്ങനെ ടോട്ടൽ 100 മാർക്കിലാണ് ഉണ്ടാവുക. പിന്നെ നിങ്ങൾ ഹെൽപ്പ് ഡെസ്കിനെ കുറിച്ചും കാര്യങ്ങൾ, ഹെൽപ്പ് ഡെസ്കിലേക്കുള്ള നമ്പർ, അതുപോലെ തന്നെ നിങ്ങളുടെ ഇമെയിൽ അഡ്രസ്സ്, അവരെ കോൺടാക്ട് ചെയ്യാനുള്ളത് അതെല്ലാം അവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ പ്രോപ്പർ ആയിട്ട് ആർട്സ് ആൻഡ് ഫെസ്റ്റ് കലോത്സവങ്ങൾ നടക്കുന്ന ഒരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയാണ്. കഴിഞ്ഞ വർഷം അതിഗംഭീരമായിട്ട് അവർ നടത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ലൈബ്രറിയുടെ കാര്യം പറയുകയാണെങ്കിൽ റീജിയണൽ സെന്ററിലും ഹെഡ് ക്വാർട്ടേഴ്സ് യൂണിവേഴ്സിറ്റിയിലും ലൈബ്രറി ഉണ്ട്. അവിടെ നിന്ന് നിങ്ങൾക്ക് റിസോഴ്സസ് കളക്ട് ചെയ്യാമെന്ന് പറയുന്നു. പിന്നെ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് റിസോഴ്സസുകൾ, അതായത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് ഒരു ബുക്ക് ഫോർമാറ്റിൽ നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു ആപ്പിന്റെ പേരാണ് എൽഡെസ്ക് ആപ്പ്. അപ്പൊ അതും കൂടി ഒന്ന് എല്ലാവരും ശ്രദ്ധിക്കാം. അത് നിങ്ങൾ ഫോണിൽ നിങ്ങൾക്ക് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് എൽഡെസ്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അത് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ സുഖമായിട്ട് നമ്മുടെ എക്സാം നോട്ടിഫിക്കേഷനും മറ്റ് നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് ഓരോ സെമസ്റ്ററിലേക്കുള്ള ടെക്സ്റ്റും നിങ്ങൾക്ക് അതിൽ അവൈലബിൾ ആയിരിക്കും, കാണാൻ സാധിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ പെട്ടെന്ന് ഈ ഒരു ആപ്പ് ഒന്ന് ഡൗൺലോഡ് ചെയ്ത് കേട്ടോ. സോ ഇത്രയാണ് നമ്മൾക്ക് ബേസിക്കലി 2024-25 പ്രോസ്പെക്ട്സ് അനലൈസ് ചെയ്യുമ്പോൾ മനസ്സിലാവുന്നത്. സോ കോഴ്സിനെ കുറിച്ചും ഫീസിനെ കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസുകളും നമ്മൾ ഡിസ്കസ് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. പിന്നെ നമ്മളുടെ ഈ ഇതിനെക്കുറിച്ച് കൂടുതൽ STOനെ കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടി നമ്മുടെ വാട്സ്ആപ്പ് ആൻഡ് ടെലിഗ്രാം ഗ്രൂപ്പിന്റെ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് STO യൂണിവേഴ്സിറ്റിനെ കുറിച്ചുള്ള എല്ലാ അപ്ഡേറ്റ്സും നമ്മുടെ ഈ ഫ്യൂച്ചർ പ്ലസ് അക്കാദമിയുടെ ചാനലിൽ അവൈലബിൾ ആണ്. അതുകൊണ്ട് ഒന്ന് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് മുന്നോട്ട് പോവുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് സംശയമുള്ള ഒരുപാട് വീഡിയോസ് നമ്മൾ മുന്നേ ചെയ്തിട്ടുണ്ട്. സോ പ്രീവിയസ് വീഡിയോസ് ഒക്കെ ഒന്ന് കാണുക, ഒന്ന് ലൈക്ക് ചെയ്യുക, ഒന്ന് ഷെയർ ചെയ്യുക. മാക്സിമം നമ്മുടെ വീഡിയോസ് നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്ത് കൊടുത്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ഒരു കാര്യം കൂടി നിങ്ങൾ ഓർമ്മിപ്പിക്കട്ടെ, ഈ ഒരു അധ്യയന വർഷം ഈ STO യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ എടുക്കുന്ന കുട്ടികളുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് നിങ്ങൾക്ക് ഒരു എക്സ്ട്രാ സ്റ്റഡി സപ്പോർട്ട് എന്നുള്ള രീതിയിൽ ഫ്യൂച്ചർ പ്ലസ് അക്കാദമി എന്നും നിങ്ങളുടെ കൂടെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഒരുപാട് കോഴ്സുകൾ ഓഫർ ചെയ്യുന്നുണ്ട്. അതായത് BA ഇംഗ്ലീഷ്, BA മലയാളം, BA സോഷ്യോളജി, BA ഹിസ്റ്ററി, BCom ആൻഡ് ഓൾസോ PG പ്രോഗ്രാമുകളായിട്ട് MA ഇംഗ്ലീഷും MA മലയാളം, ഇത്രയും കോഴ്സുകളുടെ ക്ലാസ്സുകൾ, അതും വീഡിയോ റെക്കോർഡഡ് ക്ലാസ്സുകൾ പ്ലസ് ബ്ലോക്ക് വൈസ് നോട്ട്സ്, അതുപോലെ തന്നെ എക്സാമിന്റെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ. ഈ അടുത്ത കഴിഞ്ഞ പരീക്ഷയിൽ ഒരുപാട് ചോദ്യങ്ങളും നമ്മൾ അവിടെ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ തന്നെയാണ് അവിടെ ചോദിച്ചിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് നമ്മളെ സ്റ്റുഡൻസിനൊക്കെ അത് ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ എല്ലാവരും ഫ്യൂച്ചർ പ്ലസ് അക്കാദമിയുടെ ക്ലാസ്സുകളിൽ ജോയിൻ ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് പെട്ടെന്ന് താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾ ഒന്ന് വിളിച്ച് അന്വേഷിക്കുക. അവർ നിങ്ങളെ കോൺടാക്ട് ചെയ്യും. എല്ലാ വിവരങ്ങളും നിങ്ങൾക്ക് പറഞ്ഞു തരും. നമ്മൾ അസൈൻമെന്റ് സപ്പോർട്ട് കൊടുക്കുന്നുണ്ട്, മെന്റർ സപ്പോർട്ട് ഉണ്ട്. ഓക്കെ, സോ ഇനഫ് ഓഫ് ദ സപ്പോർട്ട് നമ്മൾ ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ അതൊരു വലിയൊരു ഉപകാരപ്രദമായിരിക്കും. അതുകൊണ്ട് പെട്ടെന്ന് ജോയിൻ ചെയ്തോളൂ. വാട്സാപ്പിന്റെയും ടെലിഗ്രാമിന്റെയും ലിങ്ക് താഴെ ഗ്രൂപ്പിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ പ്രോസ്പെക്ട്സും നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കൂടുതൽ വിവരങ്ങൾക്കായിട്ട് ഫ്യൂച്ചർ പ്ലസ് അക്കാദമിയെ കോൺടാക്ട് ചെയ്യുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.